കണ്ണൂരിൽ നിന്ന് ഒരു വാർത്ത വരുന്നത് കണ്ണൂരിൽ റബ്ബർ ഗോഡൌണിൽ തീപിടുത്തം. ചെറുപുഴ പുളിങ്ങോത്താണ് അപകടമുണ്ടായത്. 3000 കിലോ റബ്ബർ ഷീറ്റ് കത്തി നശിച്ചിട്ടുണ്ട്. വ്യാപാരിയായ അരയിക്കിട്ട് അനീഷിന്റെ റബ്ബർ ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. ആദ്യം അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ റബ്ബർ ഗോഡൌൺ ആയതുകൊണ്ട് തന്നെ തീപിടുത്തം ഉണ്ടായാൽ വളരെ പെട്ടെന്ന് തീ പടരുകയും പുകയുകയും ഒക്കെ ചെയ്യും. വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമായത്? അരുൺ പൂപ്പറമ്പ. റിജിത്ത്, ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്ന വിവരമാണ് ഒടുവിലായി ലഭിക്കുന്നത്. പെരിങ്ങോത്ത് നിന്നുള്ള അഗ്നിരക്ഷാ സേനയുടെ യൂണിറ്റ് എത്തി ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വൈകിട്ട് 5:30 ഈ റബ്ബർ ഗോഡൌണിൽ നിന്ന് ആ തീ പടരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ഈ തീ അണക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അത് ഫലം കണ്ടില്ല. അങ്ങനെയാണ് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയും അവരുടെ യൂണിറ്റ് പെട്ടെന്ന് തീ അണക്കാൻ ശ്രമം തുടങ്ങുകയും ചെയ്തത്. ഇത് പുളിങ്ങോത്ത് സ്വദേശിയായിട്ടുള്ള മലഞ്ചരക്ക് വ്യാപാരി, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യാപാരിയായിട്ടുള്ള അനീഷിന്റെ റബ്ബർ ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ റബ്ബർ ഷീറ്റുകൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ വെച്ച് തന്നെ ഉണക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗോഡൌൺ ആണ്. ഈ ഉണക്കുന്നതിനായി പലപ്പോഴും തീ ഉപയോഗിച്ച് തന്നെയാണ് ഉണക്കാറ്. അങ്ങനെ ഉപയോഗിച്ച ഘട്ടത്തിൽ തീ പെട്ടെന്ന് പടർന്നതാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 3000 കിലോ റബ്ബർ ഷീറ്റ് അവിടെ ഉണ്ടായിരുന്നത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഇപ്പോൾ കണക്കാക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നതാണ് ഒടുവിലായി ലഭിക്കുന്ന വിവരം. ശരി, 3000 കിലോയിലധികം ഷീറ്റ് കത്തി നശിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. റബ്ബർ ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ അതിന്റെ വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു.